സമ്മേളനം പൂർണ്ണമാവാൻ പോവുകയാണ്. ഔപചാരികമായ നന്ദി പ്രകാശിപ്പിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിൽ നമ്മുടെ ഇന്നത്തെ അംഗബലം കുറവാണെങ്കിൽ പോലും ആവേശം ഒട്ടും ചോരാത്ത ഒരു വിജയാഹ്ലാദാക്കിയ യോഗമാണ് നമ്മളിവിടെ നടത്തിയത്. കാവിശികയുടെ അംഗങ്ങളെല്ലാം ആവേശത്തോടു കൂടി ഇതിൽ പങ്കെടുത്തു. ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയ കവി PN ഗോപികൃഷ്ണൻ കാവിശികയുടെ പേരിലുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മെ അഭിസംബോധന സംസാരിച്ച BD പ്രേംപ്രസാദിനും കാവിശികയുടെ പേരിലുള്ള അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് കുറച്ച് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സാർവദേശീയ ഗാനം പാടിക്കൊണ്ട് കഴിയാം അല്ലേ? നീറ്റ് പരീക്ഷ പേപ്പർ തോന്നുന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ ഒട്ടേറെ സമരങ്ങൾ നടന്നു. ആ സമരങ്ങൾക്കിടയിൽ ഒട്ടേറെ വിദ്യാർത്ഥികൾ ആത്മാഹുതി ചെയ്യേണ്ടായി. അങ്ങനെ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ ചിത്രങ്ങളും പേരിയാണ് സുധീഷമ്മയുടെ സ്വാഗതം. ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ ചിത്രവും പേരിട്ടാണ് ഞങ്ങളിവിടെ പ്രകടനവും ചെറിയ തോതിലുള്ള ഈ പൊതുസമ്മേളനവും ചേർന്നത്. ആ കുട്ടികളുടെ പേരുകൾ ഞങ്ങൾ വായിക്കുക. ആ പേരുകൾ ഇന്ത്യയുടെ എല്ലാ തെരുവുകളിലും മുഴങ്ങേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ മഹാസമരത്തിന് ഇന്ധനമായി തീർന്നത് അവരുടെ ജീവിതമാണ്, ആ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. അവരുടെ പേരുകൾ ഞാൻ വായിക്കാം. പ്രദീപ് മേഘ്വാൾ, രാജസ്ഥാൻ. ഋത്വിക് മിശ്ര, ഉത്തർപ്രദേശ്. സിദ്ധാർത്ഥ് ഹെഗ്ഡെ, ഗോവ. ഭാഗ്യശ്രീ, കർണാടക. ആൻഷിക പാണ്ഡെ, ഡൽഹി. ഉമേഷ് മാലി, രാജസ്ഥാൻ. രേണു മീന, രാജസ്ഥാൻ. റിയാകുമാരി പാപ്പ, ഉത്തരാഖണ്ഡ്. ശിവാനി യാദവ്, ഉത്തർപ്രദേശ്. അനുകീർത്തന, തമിഴ്നാട്. കഹാൽ പട്ടേൽ, ഗുജറാത്ത്. അഗംക്ഷ ചതുർവേദി, മധ്യപ്രദേശ്. റിവ ബീഗം, ആസാം. മൈഥിലി അശോക് സോൻബെ, മഹാരാഷ്ട്ര. അവന്തിക മൗര്യ, മധ്യപ്രദേശ്. ജതിൻ കുമാർ, ഉത്തർപ്രദേശ്. എസ് ഗോപിക, തമിഴ്നാട്. ഷെയ്ഖ് സന, തെലങ്കാന. ഈ കുട്ടികൾക്ക് ഐക്യദാർഢ്യം, അവരുടെ രക്തസാക്ഷിത്വത്തിന് അഭിവാദ്യം. സുധീഷ് അമ്മ രണ്ടു വാക്ക് സംസാരിക്കാൻ അദ്ദേഹത്തെ